ശംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജെറമ്യായുടെ പുസ്തകം 40-ാം അധ്യായം. ഗദാലിയ ഭരണാധിപൻ. ജെറുസലേമിൽ നിന്ന് യൂദായിൽ നിന്നും ചങ്ങലകളാൽ ബന്ധിച്ച് ബാബിലോണിലേക്ക് അടിമകളായി കൊണ്ടുപോയവരുടെ ഇടയിൽ നിന്ന് ജെറമ്യായെ റാമായിൽ വച്ച് സേനാനായകനായ നെബൂസരാദാൻ സ്വതന്ത്രനാക്കി. അപ്പോൾ ജെറമ്യായ്ക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. സേനാനായകൻ ജെറമ്യായെ വിളിച്ചു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവ് ഈ സ്ഥലത്തിനെതിരെ ഈ അനർത്ഥങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. താൻ അരുളിച്ചെയ്തതുപോലെ കർത്താവ് എല്ലാം പ്രവർത്തിച്ചിരിക്കുന്നു. നിങ്ങൾ കർത്താവിനെതിരെ പാപം ചെയ്യുകയും അവിടുത്തെ വചനങ്ങൾ അവഗണിക്കുകയും ചെയ്തതിനാലാണ് ഇതെല്ലാം നിങ്ങളുടെ മേൽ വന്ന് ഭവിച്ചത്. ഇതാ നിന്റെ കൈകളിൽ നിന്ന് ഞാൻ ചങ്ങല അഴിച്ചു മാറ്റുന്നു. എന്നോടുകൂടെ ബാബിലോണിലേക്ക് പോരാൻ ഇഷ്ടമെങ്കിൽ വരിക, ഞാൻ നിന്നെ സംരക്ഷിച്ചു കൊള്ളാം. ഇഷ്ടമില്ലെങ്കിൽ പോരണ്ട. ഇതാ ദേശം മുഴുവൻ നിന്റെ മുമ്പിൽ. ഇഷ്ടമുള്ളിടത്തേക്ക് പോകാം. ഇവിടെ തന്നെ പാർക്കുന്നെങ്കിൽ യൂദായിലെ പട്ടണങ്ങളുടെ ഭരണാധിപനായി ബാബിലോൺ രാജാവ് നിയമിച്ച ഷാഫാന്റെ മകനായ അഹിക്കാമിന്റെ മകൻ ഗദാലിയായുടെ അടുത്തേക്ക് പോയി അവനോടൊപ്പം ജനത്തിൻ്റെ ഇടയിൽ വസിക്കുക. അല്ലെങ്കിൽ ഉചിതമെന്ന് തോന്നുന്നിടത്തേക്ക് പോയിക്കൊള്ളുക. നെബൂസരാദാൻ ഭക്ഷണവും സമ്മാനവും നൽകി അവനെ യാത്രയാക്കി. ജെറമ്യാ മിസ്പായിൽ അഹിക്കാമിൻ്റെ മകൻ ഗദാലിയായുടെ അടുത്തേക്ക് പോയി ദേശത്ത് അവശേഷിച്ചിരുന്ന ജനത്തിൻ്റെ ഇടയിൽ അവനോടുകൂടെ വസിച്ചു. ബാബിലോൺ രാജാവ് അഹിക്കാമിൻ്റെ പുത്രൻ ഗദാലിയായെ ദേശത്തിൻ്റെ ഭരണാധികാരിയാക്കിയെന്നും ബാബിലോണിലേക്ക് നാടുകടത്താതെ ദേശത്ത് അവശേഷിച്ച പാവപ്പെട്ട സ്ത്രീ പുരുഷന്മാരെയും കുട്ടികളെയും അവനെ ഭരമേൽപ്പിച്ചുവെന്നും നാട്ടിൻപുറത്തുണ്ടായിരുന്ന പടത്തലവന്മാരും അവരുടെ ആളുകളും അറിഞ്ഞു. നെതാനിയായുടെ പുത്രൻ ഇസ്മായിൽ, കെരയായുടെ പുത്രൻ യോഹന്നാൻ, തൻഹൂമെത്തിൻ്റെ പുത്രൻ സെരയ, നെത്തോഫാത്യനായ എഫായിയുടെ പുത്രന്മാർ മക്കാത്യനായ എസാനിയ എന്നിവർ തങ്ങളുടെ ആളുകളോടൊപ്പം മിസ്പായിൽ ഗദാലിയായുടെ അടുത്തേക്ക് ചെന്നു. ഷാഫാന്റെ മകനായ അഹിക്കാമിന്റെ പുത്രൻ ഗദാലിയ അവരോട് ശപഥം ചെയ്തു പറഞ്ഞു, കൽദായർക്ക് കീഴ്പ്പെട്ടിരിക്കാൻ നിങ്ങൾ ഭയപ്പെടേണ്ട. ദേശത്ത് വസിച്ചുകൊണ്ട് ബാബിലോൺ രാജാവിന് സേവനം ചെയ്യുക. അത് നിങ്ങൾക്ക് നന്മയായി ഭവിക്കും. ഇങ്ങോട്ട് വരുന്ന കൽദായരുടെ മുമ്പിൽ നിങ്ങളെ പ്രതിനിധീകരിക്കാൻ ഞാൻ മിസ്പായിൽ വസിക്കും. എന്നാൽ നിങ്ങൾ വീഞ്ഞും വേനൽക്കാല ഫലങ്ങളും എണ്ണയും പാത്രങ്ങളിൽ ശേഖരിച്ച് നിങ്ങൾ കൈവശമാക്കിയ നഗരങ്ങളിൽ വസിക്കുവിൻ. മൊവാബിലും അമ്മോന്യരുടെയും ഏദോമ്യരുടെയും ഇടയിലും മറ്റ് ദേശങ്ങളിലും ഉണ്ടായിരുന്ന യഹൂദരും ബാബിലോണിലെ രാജാവ് യൂദയായിൽ കുറേ പേരെ അവശേഷിപ്പിച്ചിട്ടുണ്ടെന്നും ഷാഫാന്റെ മകനായ അഹിക്കാമിന്റെ പുത്രൻ ഗദാലിയായെ അവരുടെ ഭരണാധിപനായി നിയമിച്ചുവെന്നും കേട്ടു. ഇതര ദേശങ്ങളിലേക്ക് ഓടിപ്പോയ യഹൂദർ അവിടെ നിന്ന് യൂദായിലേക്ക് മിസ്പായിൽ ഗദാലിയായുടെ അടുത്തേക്ക് മടങ്ങി വന്നു. അവർ വീഞ്ഞും ഫലങ്ങളും സമൃദ്ധമായി ശേഖരിച്ചു. ഗദാലിയ വധിക്കപ്പെടുന്നു. ഒരിക്കൽ കരയായുടെ പുത്രൻ യോഹന്നാനും നാട്ടിൻപുറത്തുണ്ടായിരുന്ന പടത്തലവന്മാരും മിസ്പായിൽ ഗദാലിയായുടെ അടുത്ത് വന്നു. അമ്മോന്യരുടെ രാജാവായ ബാലീസ് നിന്നെ വധിക്കാൻ നെതാനിയായുടെ പുത്രൻ ഇസ്മായിലിനെ അറിയിച്ചിരിക്കുന്നു എന്ന് നീ അറിഞ്ഞോ എന്നവർ ചോദിച്ചു. എന്നാൽ അഹീക്കമിൻ്റെ പുത്രൻ ഗദാലിയ അത് വിശ്വസിച്ചില്ല. അപ്പോൾ കരയായുടെ പുത്രൻ യോഹന്നാൻ മിസ്പായിൽ വെച്ച് ഗദാലിയായോട് രഹസ്യമായി സംസാരിച്ചു. ഞാൻ പോയി നെതാനിയായുടെ മകൻ ഇസ്മായിലിനെ കൊല്ലാം. ആരും അറിയുകയില്ല. അവൻ നിന്നെ വധിക്കുകയും നിന്റെ അടുക്കൽ കൂടിയിരിക്കുന്ന യഹൂദരെ ചിത്രിക്കുകയും യൂദായിൽ അവശേഷിപ്പിക്കുന്നവരെ നശിപ്പിക്കുകയും ചെയ്യുന്നതെന്തിന്? എന്നാൽ അഹിക്കാമിൻ്റെ പുത്രൻ അവനോട് പറഞ്ഞു, അരുത്, നീ ഇസ്മായിലിനെ പറ്റി പറയുന്നതെല്ലാം വ്യാജമാണ്.